ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. ജനസംഖ്യ പെരുകി വരുന്നതായിട്ടുള്ള അവസ്ഥ. ജനങ്ങൾക്ക് പാർപ്പിടമില്ലാതെ ജീവിക്കാനാവില്ല. അതുപോലെ തന്നെ റോഡ് സൗകര്യം ഒക്കെ വികസിപ്പിക്കാതെ നാടിൻ്റെ വികസനം എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ വേണം, ശരി തന്നെ. എന്നാലും പ്രകൃതി മുതൽ സംരക്ഷിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ഇന്നത്തെ കാലത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അടുത്ത മനുഷ്യന്മാരെന്നോ അല്ലെങ്കിൽ പ്രകൃതിയെന്നോ മറ്റ് ജന്തുക്കളെന്നോ ഒന്നും നോക്കാതെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രകൃതിയുടെ അമൂല്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ അതിൻ്റെ അപകടം നമ്മൾക്ക് തന്നെയാണ്. ഉരുൾപൊട്ടൽ അങ്ങനെയുള്ളതായിട്ടുള്ള ദുരന്തങ്ങൾ സമൂഹത്തിൽ ഇനിയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ പ്രകൃതി സംരക്ഷണം കൂടിയേ തീരും. അതുപോലെ വർദ്ധിച്ചു വരുന്ന ചൂട്, ഇതിൽ നിന്നൊക്കെ രക്ഷ നേടണമെങ്കിൽ മരങ്ങൾ ഇതൊക്കെ മുറിക്കുന്നുവെങ്കിൽ നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ ആത്മാർത്ഥമായി നട്ടുവളർത്തുക തന്നെ വേണം. പ്രകൃതി നമ്മൾക്കായി തന്ന വരദാനങ്ങൾ നമ്മൾ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹം തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ക്ഷമയുടെ കാര്യത്തിൽ ഒന്നാമത് ഭൂമിയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നിപ്പോൾ മനുഷ്യന്മാരുടെ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് ഭൂമിയുടെ ക്ഷമ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഭൂമിയെ സംരക്ഷിച്ചാൽ നമുക്കും ഈ ലോകത്ത് കുറച്ചു കാലം കൂടി നല്ല രീതിയിൽ ജീവിക്കാം. നമസ്കാരം. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള വിജയം എന്ന് പറയുന്നത്. നമസ്തേ.